Namaskaram. Louder. They were all speaking in English. You want me to speak in English or Malayalam? ഏത് ഭാഷയാണ് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക്? ഉറപ്പാണോ? എന്നോടിപ്പോൾ ഫൈസൽ ചോദിക്കാന്ന് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ പറയാം? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് മലയാളം. ഫുൾ മലയാളത്തിൽ പറയാൻ പറ്റുമോ? ഈ സാധനത്തിന്റെ പേരെന്താ? മലയാളത്തിൽ പറ. നിന്റെ പേരെന്താ മലയാളത്തില്? നിന്റെ പേരെന്താ മലയാളത്തില്? See, I can totally complete the session in English without using any Malayalam word, but I cannot do any session without an English word. അല്ലേ? ആണോ അല്ലയോ? Are you realizing? Yes. Okay. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വാക്കാണ് സർ എന്നുള്ള വാക്ക്. മോസ്റ്റ് സ്റ്റുപ്പിഡസ്റ്റ് തിങ് ആഫ്റ്റർ 75-80 years ബ്രിട്ടീഷേഴ്സ് ഉപയോഗിച്ചിരുന്ന സാറ്. കണ്ടക്ടറെയും വിളിക്കും, പ്രൊഫസറെയും വിളിക്കും, മാഡം, സർ, ലോർഡ്. ഈ വാക്കുകളൊക്കെ ബ്രിട്ടീഷുകാർക്ക് പോലും ഒഴിവാക്കി. അവർ പോലും ഉപയോഗിക്കാറില്ല. ആകെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നോളജ് ഇല്ലാത്ത ആൾക്കാരാണ്. അതിൻ്റെ റിയൽ മീനിങ് പോലും കൃത്യമായിട്ട് അറിയില്ല. സർ ഈസ് എ ബിഗ് ടൈറ്റിൽ. ഇന്ത്യയിൽ സർ ടൈറ്റിൽ കിട്ടിയ ആൾക്കാരുടെ പേരറിയാം? സർ CV രാമൻ, സർ ഐസക് ന്യൂട്ടൺ. സർ ടൈറ്റിൽ എന്ന് പറയുന്നത് വലിയ ടൈറ്റിലാണ്. ഓക്കെ, അത് ബ്രിട്ടീഷേഴ്സ് വലിയ ആൾക്കാർക്ക് പേരിന് മുമ്പ് കൊടുത്തതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ TPS സാർ പേരിന് ശേഷം ഇട്ട് അതിൻ്റെ വില കളഞ്ഞു. ഓക്കെ, സോ കോൾ ഡോക്ടർ TPS. നെവർ കോൾ മീ ഡോക്ടർ TPS സാർ. ആ ഡോക്ടർ എന്നുള്ള വാക്കുണ്ടെങ്കിൽ അതിന് മുകളിലല്ല സാർ. യു അണ്ടർസ്റ്റുഡ്? സർ എന്ന ടൈറ്റിൽ മുമ്പ് കൊടുത്തതുപോലെ യൂണിവേഴ്സിറ്റി തന്നൊരു ഡിഗ്രിയാണ് ഡോക്ടർ. അപ്പോൾ എന്ത് വിളിക്കണം? ഡോക്ടർ TPS. അഡ്രസ് മീ ആസ് ഡോക്ടർ TPS. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഞാൻ വഴക്ക് പറയും പിള്ളേരെ സാർ എന്ന് വിളിച്ചാൽ. ഓക്കെ, സോ ഡോണ്ട് കോൾ മീ സർ, ബട്ട് യു വിൽ അഡ്രസ് മീ ആസ് ഉറക്കെ ഉറക്കെ പോരാ, ഷൗട്ട്. T stands for teachers, P stands for parents, S stands for students. 1 million ആൾക്കാർ. ഇപ്പം ഇന്നലെ ABC ചാനലിൽ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹൗ മച്ച്? 530K, ഓൾമോസ്റ്റ് 5 lakh ആൾക്കാർ കണ്ടു ഈ ഒരു ദിവസത്തിൽ. ഡയറക്റ്റ് ഇതേപോലെ ഡീൽ ചെയ്തിട്ടുള്ള കുട്ടികൾ പ്രോബബ്ലി മോർ ദൻ 1 million. പ്രിൻസിപ്പൽമാരെ മാത്രം ഗൾഫിലുള്ള എല്ലാ പ്രിൻസിപ്പൽമാരും എൻ്റെ സ്റ്റുഡൻസാണ്. യു നെയിം, കുവൈത്ത്, എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ചേഞ്ച് ചെയ്യണം. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലാണ്, അറിയാമല്ലോ. ഐ എം എ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് പേഴ്സൺ. ഞങ്ങളുടെ ഡയറക്ടർ പോലും ഞങ്ങൾ സാറിന് വിളിക്കില്ല. ഡയറക്ടർ പോലും, ഏറ്റവും ചീഫായിട്ടുള്ളവരെ പോലും വിക്രം സാരാഭായ് എന്നേ പറയുള്ളൂ. വിക്രം സാരാഭായ് സാർ എന്ന് പറയാറുണ്ട്. അണ്ടർസ്റ്റുഡ്? ആർ യു ഗെറ്റിംഗ്? നിങ്ങളെ അബ്ദുൽ കലാം സാർ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അബ്ദുൽ കലാം എന്നേ പറയാറുണ്ട്. മോദി സാർ എന്ന് നിങ്ങൾ പറയാറുണ്ട്. അതിൻ്റെ അയാളുടെ ബഹുമാനില്ലേ? കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ? പിണറായി വിജയൻ സാറാ? ആണോ? യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം സെയിങ്? ഓക്കെ, കുറച്ചും കൂടി ബഹുമാനം കൂടുമ്പോ കേരളത്തിൽ വിളിക്കുന്നതാണ് ഗോഡ് ആൻഡ് ഗോഡസസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ? യെസ് ഓർ നോ? ലോർഡ് കൃഷ്ണ എന്ന് കേട്ടിട്ടുണ്ടോ പല സ്ഥലത്തും? അല്ലേ? എന്നാ ദുർഗേനെ ലോഡസ്, ദുർഗ എന്ന് പറയാറുണ്ടോ?
നാളെ മുതൽ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അള്ളാനെ വിളിക്കുമ്പോൾ അള്ളാ സാറിനെ വിളിക്കുമോ? സോ ഡോണ്ട്, യു ഹാവ് ടു ചേഞ്ച്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓപ്പൺ മൈൻഡ്. ഓരോ ഇൻസ്ട്രക്ഷൻ പറയുമ്പോഴും കൃത്യമായിട്ട് കേൾക്കണം. നിങ്ങൾ കേൾക്കണ്ടോ എനിക്കറിയില്ല. ഈ ഇരിക്കുന്നവരുടെയൊക്കെ ബാഗുകൾ എന്ത് ചെയ്യാൻ അറിയോ? ചെയറിന്റെ താഴത്തേക്ക് പുഷ് ചെയ്യും. കയ്യിൽ പേനയും പേപ്പറും മാത്രം. കാരണം ബാഗ് നിങ്ങൾക്ക് ഇപ്പം ആവശ്യമില്ലല്ലോ. ഇരിക്കുന്ന സീറ്റിന്റെ താഴെ പേനയും പേപ്പറും കയ്യിലുണ്ടല്ലോ. യെസ് ഓർ നോ? ഇപ്പൊ 2 പേര് ഇവിടെ സംസാരിച്ചു ഇതിനു മുമ്പ് അല്ലേ? ആരൊക്കെ സംസാരിച്ചു? 3 പേര് സംസാരിച്ചു. ഒന്ന് ഇദ്ദേഹം സംസാരിച്ചു. എന്താ ഇയാളുടെ പേര്? നിഷ നിഷ Tajuddin, that's it's a name, my husband's name, Nisha. Okay, Nisha, your name is Nisha. ആധാർ കാർഡൊന്നും തരുന്നില്ല, പേര് മാത്രം പറഞ്ഞത്. അപ്പൊ നിഷ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Got it? How many of you remember at least 5 points what Nisha spoke? Write it on your paper. ഓക്കെ, കമ്പൈൻഡ് ആയിട്ട് തരാം. ഫസ്റ്റ് നിഷ എന്ന് എഴുതാ, താഴത്ത് പോയിന്റ്സ് എഴുതാം. പിന്നെ ആരാ സംസാരിച്ചത്? Tell me who? Gigi. Yes? Write at least 3 points or 5 points. പിന്നെ നിങ്ങളുടെ സെക്രട്ടറി എന്താ പേര്? അപ്പൊ 3 പേര് വന്ന് സംസാരിച്ചവരുടെ പേര് പോലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ പറഞ്ഞ പോയിന്റ്സ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഡോക്ടർ TPS വന്ന് കുറേ കാര്യങ്ങൾ പറയും, നിങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യില്ല. എന്താ കാരണം? എഴുതാൻ പറയുന്നത് വരെ നിങ്ങൾ പേനയും പേപ്പറും തൊട്ടിട്ടില്ല, അതവിടെ വെച്ചിട്ടേ ഉള്ളൂ. എ ഗുഡ് സ്റ്റുഡൻറ് ഈസ് വൺ ഹു ടേക്ക് നോട്ട്സ് ആൻഡ് മേക്ക് നോട്ട്സ്. 2 ക്വാളിറ്റിയാണ് വേണ്ടത്. എന്താണ്? ടേക്ക് നോട്ട്സ്, മേക്ക് നോട്ട്സ്. ആ നോട്ട് എഴുതണം. ഏതോ ഒരു പോയിന്റ് പറഞ്ഞു, എല്ലാം പിടിക്കൊന്നും വേണ്ട, ഒരു പോയിന്റ് എങ്കിലും. അപ്പൊ ഈ 3 പേര് സംസാരിച്ചു, ഞാനും സംസാരിച്ചു കുറച്ച് സമയം. ഇതിൽ നിങ്ങൾക്കൊരു 10 പോയിന്റ് എഴുതാൻ പറ്റിയാൽ യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്. ഇഫ് യു ആർ നോട്ട്, യു ആർ നോട്ട് ലേൺഡ് ഹൗ ടു ബി എ സ്റ്റുഡൻറ്. ആദ്യം സ്റ്റുഡൻറ് ആവാനാണ് പഠിക്കേണ്ടത്. അത് നിങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ, ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. ഞാൻ മിക്കവാറും ടീച്ചേഴ്സിനെ വഴക്ക് പറയാം. കാരണം നിങ്ങളൊക്കെ എങ്ങനെയും മാറ്റിയെടുക്കാം. ടീച്ചേഴ്സൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പറയും ടേക്ക് നോട്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് എഴുതാൻ പറയും. അപ്പോഴേ നിങ്ങൾ എഴുതുള്ളൂ. അതുവരെ ഇങ്ങനെ നോക്കി നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ല ഭംഗിയുണ്ട് ടീച്ചറെ കാണാൻ. ആ ടീച്ചറെ കാണുന്നല്ലാതെ പറയുന്ന ഒരു കാര്യം കേൾക്കില്ല. എഴുതണം എന്ന് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യു വിൽ സ്റ്റാർട്ട് ലിസണിങ്. അതർവൈസ് യു ആർ ഹിയറിങ്. വാക്കുകൾ കൃത്യമായിട്ട്, ഇപ്പം ഞാൻ 2 വാക്ക് പറഞ്ഞു, അത് അപ്പം എഴുതിയില്ലെങ്കിൽ മറന്നുപോകും. യു ആർ ഹിയറിങ് ബട്ട് നോട്ട് ലിസണിങ്. അത് ആ പറഞ്ഞ കാര്യം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയാൽ യു ആർ എ സ്റ്റുഡൻറ്. അത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ആലോചിച്ചാൽ യു ബിക്കം എ സയന്റിസ്റ്റ്. സയൻസ് എന്ന് പറയുന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ. സോഷ്യൽ സയൻസ് ആണ്. എന്താണ്? സോഷ്യൽ ഈസ് ഓൾസോ എ സയൻസ്. ലാംഗ്വേജ് എന്ന വാക്കിന് ഭാരതീയ ശാസ്ത്രത്തിൽ ഇന്ത്യയിലെ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഭാരതീയ സയൻസിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ലാംഗ്വേജിന്റെ പേര് തന്നെ സൗന്ദര്യ ശാസ്ത്രം എന്നാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഓരോ, ഇപ്പൊ മാത്സ് സയൻസ് ആണോ എന്ന് വെച്ചാൽ ഞാൻ മാത്തമാറ്റീഷ്യൻ ആണ്. ഞാൻ ബേസിക്കലി എൻ്റെ PhD മാത്തമാറ്റിക്സ് ആണ്. മാത്സ് ഇസ് നോട്ട് എ സബ്ജക്ട് അറ്റ് ഓൾ, ഇറ്റ്സ് നോട്ട് എ സയൻസ് അറ്റ് ഓൾ, ഇറ്റ്സ് ഓൺലി എ ലാംഗ്വേജ്. സയൻസ് ഒരു ലാംഗ്വേജ് ആണ്. മാത്സ് എന്ന സയൻസ്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന മാത്സ് എന്ന സയൻസ് എന്തായിട്ട് മാറും? ലാംഗ്വേജ് ആണ്. ഫിസിക്സ് ഈസ് എ ലാംഗ്വേജ്, ലാംഗ്വേജ് ഓഫ് നേച്ചർ. നാച്ചുറൽ ലോ പറയാനുള്ള ലാംഗ്വേജ് ആണ്. കെമിസ്ട്രി ഈസ് എ ലാംഗ്വേജ് ഓഫ്
എന്ത് റിയാക്ഷൻസ്, ഡൈനാമിക്സ് വിത്ത് ഹാപ്പൻസ് ഇൻസൈഡ് ദാറ്റ്. അപ്പൊ എങ്ങനെയും കാണാം, ലാംഗ്വേജ്, സയൻസ്, ആർട്സ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ബി എ എക്കണോമിക്സ് ബി എ അല്ലേ, BSc എക്കണോമിക്സും ഉണ്ട്. BSc കൊടുത്താൽ സയൻസ് ആയി, BA കൊടുത്താൽ ആർട്സ് ആയോ? അപ്പൊ BSc എക്കണോമിക്സ് എന്താവും? സൈക്കോളജി, BA സൈക്കോളജി ഉണ്ട്, BSc സൈക്കോളജി ഉണ്ട്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ സയൻസും നോൺ സയൻസും, ഇപ്പം ഞാൻ സയൻസ് മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, PhD ചെയ്തത് ഓൾമോസ്റ്റ് ഫിസിക്സ് ആണ്. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ സയന്റിസ്റ്റ് ആയിരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടി വന്നത് ഇപ്പം നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ് 10-30 കൊല്ലം ഉണ്ടാക്കിയ ആളാണ്. ഓക്കെ, മാപ്പ് ഏത് സബ്ജക്റ്റാണ്? ജിയോഗ്രഫി, സോഷ്യൽ സയൻസ് ആണ്. ഗോട്ട് ഇറ്റ്? ഇപ്പൊ ഇന്നലെ ABC-യിൽ ഇറാന്റെ പ്രശ്നങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പേർഷ്യനെ കുറിച്ച് പറയണം. ഓക്കെ, പേർഷ്യൻ ഗൾഫും ഒമാൻ ഗൾഫും എവിടെയാണെന്ന് അറിയണം, ജിയോഗ്രഫി കൃത്യമായിട്ട് അറിയണം, അതിൻ്റെ ചരിത്രം അറിയണം. അപ്പോൾ ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ്. So there is no boundary, but there is a boundary. എന്താ ബൗണ്ടറി എന്നറിയോ? ഞാൻ ഹിസ്റ്ററിയോ എക്കണോമിക്സോ പഠിച്ചിരുന്നു എന്ന് വിചാരിക്കും. I cannot speak maths, I cannot speak physics, I cannot speak biology. ഞാൻ ഈ വിഷയം പഠിച്ചാൽ എനിക്ക് ഏത് വിഷയവും പഠിക്കാം. ഐ ആം എ പ്രൊഫസർ ഓഫ് MBA, ബിസിനസ് മാനേജ്മെന്റ് പ്രൊഫസറാണ്. ഐ ആം ഓൾസോ എ പ്രൊഫസർ ഓഫ്, ഇപ്പോഴും ICFI യൂണിവേഴ്സിറ്റിയിൽ ഐ ആം എ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ഫോർ, ICFI എന്ന് പറഞ്ഞാൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. സോ ഐ ആം എ കൊമേഴ്സ് പ്രൊഫസർ. ഗോട്ട് ഇറ്റ്? അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് എന്താണ്? മാനേജ്മെന്റ് ആണ്, കൊമേഴ്സ് ആണ്. ലുക്ക് അറ്റ് ഫിലോസഫി, ഡോക്ടർ TPS. ഞാനൊരു ഫിലോസഫി പ്രൊഫസറാണ്. പക്ഷെ ഞാൻ ഫിലോസഫി ആണ് പഠിച്ചത്, സൈക്കോളജിയാണ് പഠിച്ചത്. ക്രൈസ്റ്റിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം ഐ തിങ്ക് ഓൾമോസ്റ്റ് എ മന്ത് ബാക്ക് ഞാൻ ക്രൈസ്റ്റിലുണ്ടായിരുന്നു, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ BA ഇംഗ്ലീഷാണ് പഠിച്ചതെന്ന് വിചാരിക്കുക, മാത്സ് പഠിക്കാൻ പറ്റും? പിന്നെ പറ്റില്ല. ഫിസിക്സ് പഠിക്കാൻ പറ്റുമോ? പിന്നെ ഇല്ല. ഫിസിക്സ് പഠിച്ചോ എന്ന് വിചാരിക്കുക, എപ്പോൾ വേണമെങ്കിലും ഇംഗ്ലീഷ് പഠിക്കും. അല്ലെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സ് BSc കഴിഞ്ഞിട്ട് ആദ്യം ക്ലാസ് എടുത്തത് ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത്. സോ ഐ സ്റ്റാർട്ടഡ് മൈ പ്രൊഫഷൻ പ്രോബബ്ലി ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ, ദെൻ എ കൊമേഴ്സ് ടീച്ചർ. കൊമേഴ്സും ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടൻസിയും ഒക്കെ പഠിപ്പിച്ചു. You are strong in maths because maths is a language of all sciences. ജിയോഗ്രഫി പഠിക്കാൻ എളുപ്പമാണ്, ഹിസ്റ്ററി പഠിക്കാൻ എളുപ്പമാണ്. ബേസിക് മാത്തമാറ്റിക്സ് വളരെ സ്ട്രോങ് ആണ്. സോ ഐ റെക്കമെൻഡ് മാത്തമാറ്റിക്സ്. ഗോട്ട് ഇറ്റ്? പിന്നെ മാത്സ് നമുക്ക് എല്ലായിടത്തും കാണാം. നമ്മളെക്കാളും നന്നായിട്ട് മാത്സ് അറിയുന്നവരാണ് സാധാരണ കടയിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ. ഇത്ര എളുപ്പമെന്നറിയാം അവർ മാത്സ് പറയാം. നിങ്ങളുടെ മാത്സ് ടീച്ചറെക്കാളും മനസ്സിലായിട്ട് പറയും. ഗോട്ട് ഇറ്റ്? PhD മാത്തമാറ്റിക്സ് എടുത്തയാളെക്കാളും നന്നായിട്ട് മാത്സ് അറിയുന്നവരാണ് കടയിൽ, അല്ലേ? ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ വില 500 രൂപ, റിഡക്ഷൻ 30%. ഒരു കണക്കുകൂട്ടലും വേണ്ട, കൃത്യമായിട്ട് എത്രയാണ് ബില്ലെന്ന് പറയും. അങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാത്സ് അറിയുമ്പോഴാണ് നിങ്ങൾ ബിക്കം എ റിയൽ പ്രാക്ടീഷണർ ഓഫ് മാത്തമാറ്റിക്സ്. അത് കാണുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് എല്ലാ ദിവസവും അങ്ങനെ ചിന്തിക്കുമ്പോൾ യു ബിക്കം എ മാത്തമാറ്റീഷ്യൻ. ഡിഗ്രി വേണമെന്നൊന്നുമില്ല. അപ്പോൾ എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ മാത്സ് ചെയ്യും. എൻ്റെ വീഡിയോയിൽ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം, വളരെ എളുപ്പം പഠിക്കാനുള്ള ട്രിക്കുകൾ. വേണോ? 87 മൈനസ് 78 എത്രയാണ്? ഞാനിപ്പോൾ ചോദിച്ച നമ്പർ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക. 87 മൈനസ് 78 എന്നല്ലേ? റിവേഴ്സ് അല്ലേ വന്നത്? റിവേഴ്സ് വന്നാൽ 9 ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണെങ്കിൽ 9 ആണ് ആൻസർ. 64 മൈനസ് 46 എത്രയാണ്?
6 4 4 6 എന്നാണ് അല്ലേ? 6ഉം 4ഉം ഡിഫറൻസ് എത്രയാ? 2. 2 into 9. 18 is the answer. ട്രിക്ക് പഠിച്ചിട്ടുണ്ടോ? ഇത്ര എളുപ്പം നോക്കൂ. മാത്തമാറ്റിക്സ് ആണോ അല്ലയോ? നിങ്ങൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം വരുമ്പോഴും അവസാനം 1 minute എക്സാം യു വിൽ ഹാവ് ടു ഫിനിഷ് ഇൻ 20 seconds. നല്ല സ്റ്റുഡൻറ്റും മോശം സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ അറിയോ? എന്താ? നല്ല സ്റ്റുഡൻറ്റിന് 20 seconds കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മോശം സ്റ്റുഡൻസിന് 1 minute കൊണ്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. മാത്സ് എക്സാം കഴിഞ്ഞാൽ എല്ലാവരും പറയും തീരെ സമയമില്ല എന്ന്. പറയാറുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? എന്താ കാരണം? നല്ല സ്റ്റുഡൻറ്റിന് 1 മണിക്കൂർ എഴുതാൻ പറ്റുന്നത് മോശം സ്റ്റുഡൻസിന് 3 മണിക്കൂർ എഴുതാൻ പറ്റും. 20 seconds 1 minute 3 times. അപ്പോൾ 3 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾക്ക് എപ്പോൾ തീർക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നോബഡി ടോട്ട് മീ ഇൻ മൈ ലൈഫ്. അനലൈസ്. ഓക്കെ. അടുത്ത കാലത്ത് ലാസ്റ്റ് ബിഫോർ ബിക്കമിങ് ദ വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി, ഞാൻ KL യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വിജയവാഡ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിപ്പിച്ചൊരു പേപ്പറിൻ്റെ പേര് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ്. C2C. ഒന്നും എഴുതുന്നില്ല മണ്ടന്മാർ. ഇരിക്കുക. ഓരോ വാക്കും എഴുതണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ബുക്ക് ഞാൻ തപ്പു, എന്നിട്ട് അതിൻ്റെ പടം അയക്കുന്നതാണ്. യു മസ്റ്റ് ടേക്ക് എ പിക്ചർ ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. ദെൻ ഐ വിൽ നോ യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. കീപ് ഓൺ റൈറ്റിംഗ്. ഞാനിപ്പോൾ C2C എന്ന് പറഞ്ഞു, ക്യാമ്പസ് ടു കോർപ്പറേറ്റ്. ആ എഴുതാൻ പറ്റുമ്പോഴാണ് യു ക്യാൻ ഗോ ആൻഡ് ലുക്ക് അറ്റ് മൈ വീഡിയോ C2C ഡോക്ടർ DPS എന്ന് അടിച്ചാൽ യു വിൽ ഗെറ്റ് ദ ക്ലാസ്. ഓരോ വാക്കും എഴുതണം. ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് മീ. എൻ്റെ ഫേസ് നോക്കേണ്ട കാര്യമില്ല. ദ മോർ യു റൈറ്റ് യു ബിക്കം എ ഗുഡ് സ്റ്റുഡൻറ്റ്. എന്ത് എഴുതണം എന്നറിയണം. അല്ലെങ്കിൽ 2 ദിവസം ഞാൻ എൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ, സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് സ്പെൻഡ്, മറ്റൊന്ന് അതും എഴുതണം. സ്പെൻഡിങ് ഈസ് 2 days past, no use. Investing is, you understood? So you must invest time. That means you will get returns back. ഓരോ വാക്കും കൃത്യമായിട്ട് എഴുതാം. സോ ക്യാമ്പസ് ടു കോർപ്പറേറ്റിൽ ഞാൻ പഠിപ്പിച്ചത് ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇങ്ങനെയുള്ള കുറേ ക്ലാസ്സുകളാണ്. അത് പഠിപ്പിച്ചത് BA, BSc, BCom, BBA, MBA, BTech, MTech എല്ലാവരെയും. കാരണം എല്ലാവർക്കും ഒരേ സിലബസാണ്. കാരണം ഏത് ജോലിക്ക് പോകുമ്പോഴും യു വിൽ ഹാവ് എൻ എക്സാമിനേഷൻ. ആ എക്സാം ഇതാണ്. നിങ്ങൾ MBBS ഡോക്ടർ ആയാലും ഗവൺമെന്റ് സർവീസിൽ കയറണമെങ്കിൽ ദർ ഈസ് എൻ എക്സാം. ആ എക്സാമിൽ ഇതൊക്കെ വരും. നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് UGC നെറ്റ് എക്സാം ക്വാളിഫൈഡ് ആവണമെങ്കിൽ കേരളത്തിലൊക്കെ സെന്റ് തെരേസാസ് കോളേജിലൊക്കെ ഞാൻ ക്ലാസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഓൾമോസ്റ്റ് 20 years ബാക്ക് കുറേ കുട്ടികൾ ഇങ്ങനെ എടുത്തിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ എക്സാം പാസ്സായിട്ട് എങ്ങനെ ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷൻ എക്സാം അവർക്കൊക്കെ ഇത് ചോദിക്കും. അവരെല്ലാവരും തോക്കുന്ന ഒരു എക്സാം BA ഇംഗ്ലീഷ് കഴിഞ്ഞാലും ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി. കാരണം മാത്സ് ഒക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിട്ടു, പിന്നെ ഇംഗ്ലീഷാണ് പഠിച്ചത്. പക്ഷേ ടീച്ചേഴ്സ് ആവണമെങ്കിൽ അവസാനം ഇത് വേണം. നിങ്ങൾ ഏത് കമ്പനി പോയാലും, ഇൻഫോസിസ്, ഏത് കമ്പനി ആയാലും, ടാറ്റ, പിന്നെ അറിയുന്ന കമ്പനികളുടെയൊക്കെ ഒരു 10 പേര് നിങ്ങൾ പറയണം. ആ കമ്പനികളൊക്കെ നോക്കിയാൽ അവരുടെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷനിൽ ഈ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. നിങ്ങൾ പഠിച്ച മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒന്നും ചോദിക്കില്ല. BTech കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിലെ 100ൽ 4 പേർക്കാണ് ജോലി കിട്ടുക. ഏറ്റവും നല്ല എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ക്ലാസ് എടുത്തിട്ടുണ്ടെയാണ്. തൃശ്ശൂരൊക്കെ വന്നിട്ട് ഇൻഡക്ഷൻ ട്രെയിനിങ് ഫസ്റ്റ് ക്ലാസ് ഒരു 2-3 ദിവസമൊക്കെ എൻ്റെതായിരുന്നു കുറേ കാലം. ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ IIT മുതൽ NIT എല്ലായിടത്തും ഏത് ജോലി കിട്ടുമ്പോഴും അവസാനം ക്യാമ്പസ് സെലക്ഷൻ കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ ദേ വിൽ ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ BTech കഴിഞ്ഞപ്പോൾ 23 കമ്പനികളിൽ ജോലി കിട്ടിയ ആളായിരിക്കണം. ശമ്പളം അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാം.
3 കോടി കൊടുക്കണം അമേരിക്കയിൽ ഒരു കോഴ്സ് ചെയ്യാൻ. അത് ഫുൾ ഫ്രീ ആയിട്ട് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കണേ. Got it? Strong mathematics, physics, chemistry, 3 മണിക്കൂറിന്റെ എക്സാമിനേഷൻ വിൽ ഫിനിഷ് ഇൻ 1 hour. അത് മാത്സ് മാത്രമല്ല, ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്? എത്ര രാജ്യമുണ്ട്? ക്യാപിറ്റൽ ഇല്ലാത്ത രാജ്യങ്ങൾ പോലും ഉണ്ട്. ക്യാപിറ്റൽ ഇല്ലാത്ത, ഏറ്റവും റിച്ച് ആയിട്ടുള്ള, കള്ളന്മാരില്ലാത്ത, മിലിറ്ററി ഇല്ലാത്ത, കുറേ ക്ലൂ തരുമ്പോൾ ഉടനെ ആ രാജ്യത്തിൻ്റെ പേര് വരണം. അങ്ങനെ ജനറൽ നോളജിൽ ആളുണ്ട്. ഏത് രാജ്യത്തിൻ്റെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയും. അത് ജിയോഗ്രഫി ആണോ എന്ന് ചോദിച്ചാൽ ജിയോഗ്രഫി ആണ്. പക്ഷെ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ എന്താ ഇത് പഠിക്കാൻ പറ്റാത്തത്? എല്ലാം പഠിക്കണം. കാരണം ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതാൻ പറ്റുക. ഇപ്പോൾ കേരളത്തിൽ കുറേ പ്രോഗ്രാംസ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ IAS, DIAS, ഡോക്ടർ TPS അടിച്ചാൽ കാണാം. അവിടെ ഇവിടെയൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. മിഷൻ CSAT, MISAT, എഡ്ജ് 2, IAS എഡ്ജ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ. ഒരു ബുക്കുണ്ട്, 2 പുസ്തകങ്ങളുണ്ട് എൻ്റെ സിവിൽ സർവീസിലുള്ള. ഇത് പറയാൻ കാരണം ഇതൊക്കെ സ്ട്രോങ് ആവണമെങ്കിൽ എല്ലാ കൺട്രീസും ക്യാപിറ്റൽസും നമുക്ക് മാത്സ് പഠിച്ചാലും പഠിക്കാം. പക്ഷെ ഹിസ്റ്ററി പഠിച്ചാൽക്ക് എന്ത് പറ്റില്ല? ലോജിക്കൽ റീസണിങ്, ആനലിറ്റിക്കൽ സ്കില്ല് തോറ്റുപോകും. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധിയായ കലക്ടർ അല്ലെങ്കിൽ IAS കാരി ആരാ? ആരെങ്കിലും ഒരാളുടെ പേര് പറ. ലേഡി. നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ല. ആരാ? ദിവ്യ എസ് അയ്യർ. ഞാനും ഒരേ സ്റ്റേജിൽ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് കോട്ടയത്തൊക്കെ. ഞാൻ ദിവ്യ എന്നാ വിളിക്കുക. അയ്യരും ഇല്ല, IAS ഇല്ല. കാരണം അവള് ഈ പ്രായമാകുമ്പോൾ എനിക്കറിയുന്ന കുട്ടിയാണ്. അപ്പൊ അവളുടെ ചരിത്രം ഫുൾ ഞാൻ പറഞ്ഞു കോട്ടയത്തെത്തി. അവൾ ഇന്ന വിഷയമാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇന്റർവ്യൂ പ്രസ് റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞ വാക്യതാണ്, I will take my train to Missouri. അവിടെയാണ് സിവിൽ സർവീസ് ട്രെയിനിങ് നടക്കുന്നത്. ആഫ്റ്റർ ബിക്കമിങ് എ ഡോക്ടർ. അപ്പോൾ പാത്ത് കൃത്യമായിട്ട് അറിയാം. ഞാൻ MBBS പാസ്സാവും, അത് കഴിഞ്ഞ് IAS എഴുതുന്നു. ഏത് കാലത്താണ് തീരുമാനിച്ചത്? 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്. അവളിങ്ങനെ നോക്കി എന്നെ എങ്ങനെ അറിയാം? ഞാൻ നിന്റെ അച്ഛൻ എൻ്റെ കൊളീഗാണ്. കാരണം ഫാദർ ബിലോങ്സ് ടു ISRO, ISRO ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഓരോ കുട്ടികളുടെയും ചരിത്രം പോലും പഠിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരുടെയും അല്ല, നല്ല കുട്ടികളുടെ. പത്രം വായിക്കുക. ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കും അങ്ങനെ ആവണം, അതിനാണ് പത്രം വായിക്കുന്നത്. ഡെയിലി യു ഹാവ് ടു റീഡ്. ഇത് പറയാൻ കാരണം ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. പക്ഷെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ വിഷയം ഏതാ? ഇംഗ്ലീഷാണ്. മാത്തമാറ്റിക്സ് ടീച്ചർമാരുടെയൊക്കെ ഇംഗ്ലീഷ് മഹാമോശ സാധാരണ. കാരണം ദേ ഡോണ്ട് കോൺസെൻട്രേറ്റ് ഓൺ ലാംഗ്വേജ്. ദാറ്റ്സ് വേർ ദേ ബിക്കം ഡിഫിക്കൽട്ട്. എന്നിട്ട് എന്ത് പറ്റും? എവിടെയെങ്കിലും സയന്റിസ്റ്റ് ആകുമ്പോൾ നമ്മളൊരു 10 പേര് സയന്റിസ്റ്റ് ആയിട്ട് ചേർന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ചെയർമാൻ വരുന്നു, ചീഫ് വരുന്നു. ആരാ ക്ലാസ് പറയാ? ചെയ്ത കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്ന ആരായിരിക്കും? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കും. ആണോ അല്ലയോ? ബാക്കി നല്ല വർക്കറായിട്ടും കാര്യമില്ല. നിങ്ങളിപ്പോൾ സയൻസ് പഠിക്കുന്നതായാലും എന്ത് പഠിക്കുന്നതായാലും എന്താവണം? അൾട്ടിമേറ്റ്ലി യു ഷുഡ് ബിക്കം ഹയർ പൊസിഷനിലേക്ക് എത്തണം, വേണ്ടേ? സോ യുവർ കമ്മ്യൂണിക്കേഷൻ ഹാസ് ടു ബി ഗുഡ്. ഇതിൽ എത്ര പേര് ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? കൈപൊക്കെ. ഇപ്പൊ നോക്കുകയാണ് ഇങ്ങനെ, ഞാനില്ല, എൻ്റെ അടുത്ത് വല്ല മണ്ടന്മാരുണ്ടോ നോക്കുകയാണ്. യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ടീച്ചേഴ്സ് ആവാൻ താല്പര്യമില്ല? വണ്ടർഫുൾ. എത്ര പേർക്ക് ഡോക്ടേഴ്സ് ആവാൻ താല്പര്യമുണ്ടെന്ന് കൈപൊക്കെ. അടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഡോക്ടറായിട്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറോ? ആണോ അല്ലയോ? ശരിക്കും ഫുൾ പൊക്കെ കയ്യ്. ആകെ 1, 2, 3, 4, 5, 6, 7, 8 ഗേൾസ് മാത്രമേ ഉള്ളൂ. ബോയ്സിന് ഡോക്ടർ ആവുകയേ വേണ്ട. ഫുൾ കൈ പൊക്കടി. ശരിക്കും പൊക്ക്. കൈ പൊക്കൂ. ശരിക്കും ഫുൾ പൊക്ക്. ഞാൻ ശപിക്കട്ടെ നിങ്ങളെ? കൈ താത്തോ. ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമില്ലാത്ത ഒരാൾക്കും യോഗ്യതയില്ലാത്തതാണ് ഡോക്ടർ.
ബേസിക് ആയിട്ട് പറയട്ടെ, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ രോഗിയെയും രോഗത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ആളാണ് നല്ല ഡോക്ടർ. വെറും മരുന്ന് കൊടുക്കുന്ന ആൾ നല്ല ഡോക്ടർ ആവുമോ? കുറെ ചോദ്യം ചോദിക്കണം, ആ പേഷ്യന്റ് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം, വേണ്ടേ? ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ബോർഡ് കാണും, അതിന്റെ താഴത്തൊരു പേരുണ്ടാവും, പ്രൊഫസർ ഓഫ് ഓൺകോളജി സോ ആൻഡ് സോ മെഡിക്കൽ കോളേജ്. ആ ബെസ്റ്റ് ഡോക്ടർ ആട്ടോ. അപ്പൊ ഡോക്ടർ നല്ല ഡോക്ടർ ആവുന്ന എപ്പോഴാ? പ്രൊഫസർ ഓഫ് മെഡിക്കൽ കോളേജ് ആവുമ്പോൾ. ആണോ അല്ലയോ? പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ടീച്ചറല്ലേ. അപ്പൊ നല്ല ഡോക്ടർ ആരാ? നിങ്ങൾക്കൊന്നും ലോകം ശരിക്കും മനസ്സിലായിട്ടില്ല, നിങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. ആർ യു ഗെറ്റിംഗ് വാട്ട് ഐ എം സെയിങ്? എത്ര പേർക്ക് എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്? ബിടെക് ആണല്ലോ എഞ്ചിനീയറിംഗ്. എത്ര പേർക്കുണ്ട്? ഓക്കെ, ശരിക്കും ആകെ ഇതിലും 4-5 പേരുണ്ട്. ഈ കൈപൊക്കുന്നവരുടെ ഒക്കെ പണെടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കണം, കാരണം ഇത് യൂസ്ലെസ് ആ ക്ലാസ്. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയപ്പോൾ എല്ലാ കുട്ടികളോടും ഒരു പേരിൽ എഴുതാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താവണം. അതെ, എനിക്കൊന്നും ആവണ്ട, നിങ്ങൾ എന്തിനാ ആക്കാൻ പോണെന്ന്. ഒന്നും ആവണ്ടെന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട് ഇവിടെ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടോ? നല്ല എഴുത്തുകാരനാണ്, നിങ്ങൾ ആരും കേട്ടിട്ടില്ല കേരളത്തിലെ. അദ്ദേഹം നല്ല ഡോക്ടറാണ്, അതിനേക്കാളും നല്ല നോവലിസ്റ്റാണ്. അദ്ദേഹം ഒരു ഗുരുവിന്റെ കഥ പറയുന്നുണ്ട്. കുറെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആരാവണം എന്നൊക്കെ ചോദിക്കുകയാണ്. ഓരോരാളും എന്തൊക്കെയോ ആവണം എന്നൊക്കെ പറഞ്ഞു. ഒരാൾ ചോദിച്ചു, എനിക്കൊന്നും ആവണ്ടെന്ന്. എൻ്റെ മോനെ, എൻ്റെ കുറെ കാലം നീ നഷ്ടപ്പെടുത്തിയല്ലോ. എന്താവണം എന്നൊരു ആഗ്രഹം പോലും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് യൂസ്ലെസ്. സോ യു ഷുഡ് ഹാവ് എ ഡിസയർ. ഞാൻ ഇത്രയും സമയം പറയുമ്പോഴും നിങ്ങൾ എഴുതിയിട്ടില്ല. നല്ല ഡിസയർ ഉള്ള ആൾ അവിടെ എഴുതും, മൈ ഡിസയർ. അതൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡിസയർ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഡിസയർ എന്നല്ല എഴുതേണ്ടത്, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ബി. അത് അവിടെ എഴുതാം. അത് എഴുതുമ്പോഴാണ്. ഇന്നലെ വേറൊരു സബ്ജക്റ്റും കൂടി ABC-യിൽ റെക്കോർഡ് ചെയ്തു. കോർ എഞ്ചിനീയറിംഗ് എന്താണ്? എന്താ കോർ എഞ്ചിനീയറിംഗ്? മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. ഈ 4 എഞ്ചിനീയറിംഗ് മാത്രമേ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ആയിട്ട് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നത് എന്ത് എഞ്ചിനീയർ ആവാനാ? സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സയൻസ്. എന്താണ് കമ്പ്യൂട്ടർ സയൻസ്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ് ഇരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് ആണ്, എഞ്ചിനീയറിംഗ് അല്ല. ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. CSC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് ആണ്, അതിൽ ഫുൾ മാത്തമാറ്റിക്സ് ആണ്, കുറച്ച് ഫിസിക്സ്, കുറച്ച് ഇലക്ട്രോണിക്സ്, അവിയൽ പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനം. ഐ എം എ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴാണ്. എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും മാത്തമാറ്റീഷ്യൻസ് ആണ്. പിന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടിയത്. അന്നൊക്കെ ബിടെക് ഒന്നുമില്ല, BCA ബിടെക് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് 3 മാസം പഠിപ്പിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് തീരും. ആ കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതാണ്. പിന്നെ ഞങ്ങൾ പഠിച്ച ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഫോർട്രാൻ 4 എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏകദേശം ഫ്രിഡ്ജിനേക്കാളും വലുപ്പമുണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു 2 സൈസ്. അതാണ് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ. ആ റൂമിൽ ഇരിക്കാൻ പറ്റില്ല, ഒരു 18 ഫീറ്റ് ദൂരെ പോയിരുന്നാലേ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കോൾഡ് സ്റ്റോറേജും മറ്റേത് പുറത്താണ്. അവിടെ തുടങ്ങിയിട്ട് ഇന്ന് സാധാരണ ലാപ്ടോപ്പ് പോലെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും മൊബൈലിൽ ചെയ്യാൻ പറ്റും. ഐ ഹാവ് സീൻ ആൻ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. മാത്തമാറ്റിക്സാണ് പഠിച്ചത്, പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. കോർ എഞ്ചിനീയറിംഗ് അതുപോലെയല്ല. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും കമ്പ്യൂട്ടറിലേക്ക് ചാടാം. ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് ഉപയോഗിക്കുന്ന ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കും. ഇപ്പം എനിക്ക് ബയോളജിയെ ഇഷ്ടമുള്ളൂ, പക്ഷെ എന്തിഷ്ടമല്ല, ഫിസിക്സ് ഇഷ്ടമല്ല. പക്ഷെ ഓരോ ഡോക്ടർമാരും ECG അതെടുക്കുന്നത് ഫിസിക്സ് ആണ്, വരയ്ക്കുന്നത് ഗ്രാഫിലാണ്. മാത്തമാറ്റിക്സും ഫിസിക്സും അറിയണം. കൊടുക്കുന്ന മരുന്നൊക്കെ കെമിസ്ട്രിയാണ്. യു അണ്ടർസ്റ്റുഡ്?
അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ആഗ്രഹം ബയോളജിയാണ്, കെമിസ്ട്രി അല്ല, ബയോളജിയാണ്, ഫിസിക്സ് അല്ല, ബയോളജിയാണ്, മാത്സ് ഇഷ്ടമല്ല, നോ യൂസ്. നിങ്ങൾ MBBS കഴിഞ്ഞാൽ MS MDക്ക് പോകുമ്പോൾ ഒരു പേപ്പർ ഉണ്ട്, റിസർച്ച് മെത്തഡോളജി, ഫുൾ സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും ആണ്. MBBS കഴിഞ്ഞവർക്ക് ക്ലാസ് എടുക്കാറുണ്ട് ഞാൻ, പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് ആണ്. MBBS കഴിഞ്ഞവർക്ക് മാസ്റ്റേഴ്സിന് പോകുമ്പോൾ എഴുതേണ്ട ഒരു പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എല്ലാവരും എഴുതണം, MBA കഴിഞ്ഞാലും എഴുതണം. മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെയാണ്. ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്നെക്കാളും കൂടുതൽ പറയാനുള്ളവരാണ് നിങ്ങൾ. അത് ഞാനല്ല പറയിപ്പിച്ചത്. ഇയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് തുടക്കത്തിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കും. എന്താ അറിയോ, നിങ്ങൾക്ക് ചുറ്റും കുറെ Science. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് വരെ നിങ്ങൾ എന്തൊക്കെയാ കണ്ടതെന്ന് ആലോചിക്കാൻ പറ്റണം. അതിലെവിടെയൊക്കെയാ സയൻസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് പ്രാക്ടിക്കൽ സയൻസ്. അതിലാണ് ഇഷ്ടവും താല്പര്യമൊക്കെ വരേണ്ടത്. ഓക്കെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, വി ഷുഡ് ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇന്ററാക്ഷൻസ് വേണം. അതും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പോഴേ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞാൽ കുറച്ച് ബോറടിക്കും. ഗോട്ട് ഇറ്റ്? സോ എങ്ങനെ നമുക്ക് ഇന്ററാക്ടിങ് ആക്കാം, അതിനാണ് ഞാൻ നിങ്ങളുടെ ബാഗൊക്കെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞത്. ഫൈൻ. ഇപ്പൊ കയ്യിൽ പേപ്പറും പേനയും മാത്രമേ ഉള്ളൂ. കുറേ എഴുതിയിട്ടുണ്ടാവണം ഇതുവരെ. ആ സ്വഭാവം കൂടി ഉണ്ടോ എന്ന് അറിയാനാണ്. അതാണ് ക്വാളിഫിക്കേഷൻ. 5 സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ, കാണാൻ ഭംഗിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സ്മാർട്ട് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്, സ്മാർട്ട് ഈസ് നോട്ട് ഫീലിംഗ് ഗുഡ്. അതും വേണ്ട. ബീയിങ് ഗുഡ്. ഞാൻ നല്ലതാണ് എന്ന് ആത്മധൈര്യമുള്ള 5 പേര് കമ്മിയർ. ഞാൻ 650 വരെ എണ്ണും. അതുവരെ ഇല്ലെങ്കിൽ ഞാൻ നിർത്തും പണി. 6, 5 ചാലക്കുടിയുടെ മെഷറാണിത്. 4 ഞാൻ സ്മാർട്ടൊന്നല്ല, എന്നിട്ട് അടുത്ത് നോക്കാണ് ഇയാൾ സ്മാർട്ടാണോ ഇയാൾ സ്മാർട്ടാണോ. ഒരു ആത്മവിശ്വാസവും ഇല്ല. കമോൺ. എനിക്ക് നാണക്കേടാ. ഞാൻ ഒരു തൊട്ടടുത്ത രാജ്യത്തുള്ള ആളാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്. ഐ ആം ഫ്രം ഇരിങ്ങാലക്കുട. 6 ഇതൊക്കെ റെക്കോർഡുണ്ട്, ഇതൊക്കെ യൂട്യൂബിൽ പോകും. ഐ ആം ഓൾസോ റെക്കോർഡിങ് ഇറ്റ് ഹിയർ. ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 6, 5, 4, 3, 5 എന്ന് പറഞ്ഞാൽ 5 എണ്ണേണ്ട കാര്യമൊന്നുമില്ല. ഒരു നമ്പർ വെറുതെ പറഞ്ഞതാ. 5ഓ 10ഓ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ 5ഓ 10ഓ പിള്ളേർ വന്നൊന്നുമില്ല. കഴിഞ്ഞു. ഫൈൻ. യെസ്. ഗോ ഡൗൺ. ഗുഡ്. എപ്പോഴും നിൽക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കുറെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട്, വൈ ഡു യു ക്ലട്ടർ, യൂസ് ഓൾ ദ സ്പേസ്, സ്പ്രെഡ് ഇറ്റ് വെൽ. അതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ട് ഉണ്ടാവേണ്ട പ്രോസസ്സാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് പോവാമായിരുന്നു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, now 1, 2, 3, 4, 5, 6 ആൾക്കാരുണ്ട്. യു ക്യാൻ കം. അനദർ 6 ക്യാൻ കം. ലെറ്റ് മീ ചെക്ക്. നിങ്ങളുടെ സ്കൂളിന്റെ പേരൊക്കെ ചോദിക്കും. Let me give another chance. Come. Another 6 can come. പെണ്ണും കൂടിയുണ്ട്. Come on to the stage now. നിങ്ങൾ സ്റ്റേജിന്റെ മുകളിൽ വരാം. ഇത് കുറച്ച് ബാക്കോട്ട് push that back a little. Just taking those chairs and chairs. Backward chair. That table. इधर रखना. Okay, മക്കളെ ഇങ്ങോട്ട് വാ. Come up fast. All of you, straight line, single line. എല്ലാവരും എണ്ണണം. I am going to ask you to count. All of you should count. Ready? 1, 2, 1, 2. അങ്ങനെ എണ്ണിയാൽ മതി. Louder. 1, ഉറക്കെ. 1, 2, 1. 2, Louder. 2, 1, 2, 1, 2. 1, 2,
1, 2, 1, 2, 1, 2, 1. Okay, all one go down. Only two here. ഫാസ്റ്റ്. എല്ലാവരും എണ്ണിയില്ലേ? അപ്പൊ ഈക്വൽ നമ്പർ ഉണ്ടാവണല്ലോ ഇല്ലേ? ഏകദേശം നിങ്ങൾക്ക് ഓരോരാൾക്കും നിങ്ങൾ രാവിലെ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം പറയാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് വാക്ക് വേണമെങ്കിലും പറയാം. യെസ്, അതിലുള്ള സയൻസ് ഇവിടെ ഇരിക്കുന്നവർ പറയും. വാട്ട് ഈസ് സയൻസ് ഇൻസൈഡ് ദാറ്റ് ദേ ഷുഡ് ടെൽ. ഫൈൻ. ഓക്കെ, ഹു വാണ്ട് ടു സ്റ്റാർട്ട്? See who want to start on a koi ponganam. Good, that's great. I saw my cycle today. Cycle nu parnja madi. Sentence venda. Cycle. Yeah. Give it to somebody. Who want to answer? Cycle ulla science madi. Can I talk about mathematics in that? Yeah, anything. Science means math, physics, chemistry, anything. Cycle runs on tires which is circle in shape, and it depends on the revolutions, and it is done by, you know, like the circumference and all those distance can be calculated like that. Anyone want to add anything more? Yeah, huge. About cycle. Yeah. Use the mic. Cycles use the energy that we put through our leg, which is going into the pedal, and the pedal uses mechanical energy, which will later rotate the tires of the cycle to make it run and create motion through that. Binay. We also use kinetic energy. Good. And the motion of cycle Come on, depends upon sit here. balance. You can sit there. We have to overcome friction in order to move the cycle. We have to apply constant force, or else friction will overcome the force and then the cycle will stop. Yeah, next to somebody else. Add some more points. Yeah. It requires balance to ride the cycle. It improves your balance and other qualities, etc. Anybody want to add anything extraordinary than this? Cycle means not just pedaling. Motorcycle is also a cycle, right? You understood? Motorcycle is also cycle. കഴിഞ്ഞ ആഴ്ച മാർച്ച് 14 മാത്തമാറ്റിക്സ് ഒരു മെയിൻ ഡേ ആയിരുന്നു. എന്താന്ന് നിങ്ങൾക്കറിയോ? എന്താണ് പൈ? Used for calculating area and perimeter of circle. What is pi? What is pi? The circumference of the circle divided by Pi is an irrational number. Yeah, It pi is a irrational number. irrational number. ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ മാത്തമാറ്റിക്സ് ആവുന്നത് ആര് പറയുമ്പോഴാണ്? It's an irrational number. So what is the value of pi? 3.14 or 22/7. കൊല്ലുന്നില്ല. ആദ്യം പറഞ്ഞത് എന്താണ്? Irrational number. What is the definition of irrational number? It cannot be written as p by q. എന്നിട്ട് പൈയുടെ വാല്യൂ ചോദിച്ചപ്പോൾ എത്രയാ പറഞ്ഞേ? 22/7. p by q ആയിട്ട് പറഞ്ഞു. തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. 3.14 എന്ന് പറഞ്ഞാൽ 340 divided by 100. How can the pi value be 22/7 when pi is an irrational number? ഞാൻ വിചാരിച്ചു വലിയ കാര്യമാണ് പറഞ്ഞു. പൊളിച്ചു കളഞ്ഞല്ലോ. Yeah, it's an approximate value. അത് 3.14 ആണ്. That means 14th March. That is why pi day is called the pi. Dr. TPS Tadjoku, you will get an explanation. അത് കണ്ടുപിടിച്ചത് ആരെന്നറിയോ? സംഗമഗ്രാമ മാധവൻ, നിങ്ങളുടെ നാട്ടുകാരൻ. പയ്യുടെ വാല്യൂ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കല്ലേറ്റിങ്കരയിൽ നിന്ന് പോകുന്ന സമയത്ത് സംഗമഗ്രാമം എന്നാണ് ഇരിങ്ങാലക്കുടയുടെ പേര്. സംഗമഗ്രാമ മാധവനാണ്. ആലോചിച്ച് നോക്കുക, അതെങ്ങനെ കണ്ടുപിടിച്ചത്?
ഒരു സർക്കിൾ എടുത്തു, അതിന്റെ ഡയമീറ്റർ എടുത്തു, ഡിവൈഡ് ചെയ്തു നോക്കി, ഏതോ ഒരു വാല്യൂ കിട്ടി. എത്ര വലിയ സർക്കിൾ എടുത്താലും എത്ര ചെറിയ സർക്കിൾ എടുത്താലും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഒരേ നമ്പറാണ്. വലിയ കണ്ടുപിടുത്തമായി കുറെ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ക്ലോസർ ടു 3.1415295997 ആ സീക്വൻസ് കണ്ടുപിടിച്ചു. ആൻഡ് അതിന്റെ പ്രത്യേകത നോൺ റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സ് ആണ്. എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതാൻ പറ്റില്ല. സോ ഗുഡ് ക്ലാപ്പ് ഫോർ ഓൾ ഓഫ് ദം ഹു ആൻസർഡ്. നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച ആൻസർ പൈയുടെ വാല്യൂ എത്രയാണ്? അടുത്ത ചോദ്യം ചോദിക്കാം. 1ന്റെ വാല്യൂ എത്രയാ? 0.999 എന്ന് പറയും. 1ന്റെ വാല്യൂ എത്ര? നോ, യെസ്, അങ്ങനെ ആൻസർ ചെയ്യാവൂ. ഓക്കെ, 1ന്റെ വാല്യൂ എത്ര? ഉറക്കെ. പൈയുടെ വാല്യൂ എത്ര? പൈ ഈസ് എ നമ്പർ. അണ്ടർസ്റ്റുഡ്. 0ന്റെ വാല്യൂ എത്രയാന്ന് വെച്ചാൽ എന്താ പറയാ? 0. പൈയുടെ വാല്യൂ എത്രയാ? അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാ? യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ യു ബിക്കം എ മാത്തമാറ്റീഷ്യൻ. നിങ്ങളുടെ കുഴപ്പമല്ല. പറഞ്ഞ മനസ്സിലായോ? ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ എന്താ പറയും? പൈ ഈസ് 3.14 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. What's the difference between 0.999 and 1? Minus you will get 0.0001. But when you do the calculation, it gets to 1. No, you don't get. That is what I am saying. It will end in some sequence, but that is not end there. It goes beyond that. Are you getting what I am saying? See, if you take a circle and divide, you will not get only 2/7. You will get a number which can never be exactly defined as a number, and that is why a symbol is given and called it as pi. നമ്മൾ നല്ലപോലെ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് ഓരോ സംഭവം നടക്കുമ്പോഴും ഓരോ വാല്യൂ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് എത്ര ചിന്തിക്കാൻ പറ്റും എന്നുള്ള കഴിവാണ് വേണ്ടത്. സോ ഒരു സൈക്കിൾ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എവിടെ വരെ എത്തി? നമുക്കറിയുന്ന മാത്തമാറ്റിക്സിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ആണോ അല്ലയോ? അതും ഇതും എന്താ ബന്ധം? ബന്ധമുണ്ട്. സൈക്കിളിന്റെ ടയർ ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്രയാണോ പെരിമീറ്റർ അത്രയും ഡിസ്റ്റൻസ് പോകും ഒരു പ്രാവശ്യം ചവിട്ടുമ്പോൾ. വലിയ വീലായാലോ കുറേ ദൂരം പോകും. അറിയട്ടെ? അപ്പൊ ചെറിയ വീലുള്ള സൈക്കിൾ കുറേ പ്രാവശ്യം ചവിട്ടണം. വലിയ വീലാണെങ്കിൽ കുറേ പോകും. എന്നിട്ട് എന്താ ആൾക്കാർ വലിയ വീലാക്കാത്തത്? അതിന്റെ മുകളിൽ കയറി ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കയറാൻ വേണ്ടിയിട്ടൊരു ഡിസ്റ്റൻസ് നമുക്കുണ്ടല്ലോ, ഒരു ഹൈറ്റ്. ആ ഹൈറ്റ് നോക്കിയിട്ടാണ് ആ വീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില സൈക്കിളുകളുണ്ട് ചെറിയ വീല് ഫ്രണ്ടിലും വലിയ വീല് ബാക്കിലും. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ അങ്ങനെ ഉണ്ടായി. എന്നിട്ട് കണക്ട് ചെയ്തത് ബാക്കിലാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? അത്രയും ഡിസ്റ്റൻസ് പോവും, പക്ഷെ ഹൈറ്റ് അഡ്ജസ്റ്റബിളുമാണ്. ഇതൊക്കെ എന്തിനാ പറയണത്? നാളെ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ എടുത്താലും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എടുത്താലും ഈ ബേസിക് പ്രിൻസിപ്പിൾ അറിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഗെറ്റിംഗ്? ആരാ പറഞ്ഞത് സൈക്കിളിന്റെ കാര്യം? ഗുഡ്. സോ നൗ യു ഗെറ്റ് സംബഡി എൽസ്, സംതിങ് എൽസ് വാട്ട് യു ഹാവ് സീൻ. Come on. I saw a gorgeous ചേച്ചി on the bus today. ഏതെങ്കിലും ഒരു വാക്യം പറയണം. A gorgeous woman. A gorgeous woman. A gorgeous woman. Woman. Yes. Okay, wonderful. M-A-N-O, M-A-N-O. W-O-M-A-N. അവൻ ആകെ നോക്കിയിട്ടുള്ള പെണ്ണുങ്ങളെയാ. Okay. Any mathematics, physics, chemistry inside that. One woman, beautiful. Maybe her appearance is approximately equal to the golden ratio. Wonderful. You introduce Fibonacci number system. That's called the Fibonacci number system. അറിയോ? Fibonacci number system 1, 1, 2, 5, 8, 13 അങ്ങനെ പോകുന്ന നമ്പർ സിസ്റ്റത്തില് 1 ഡിവൈഡഡ് ബൈ 1, 1 ഡിവൈഡഡ് ബൈ 2, 2 ബൈ 3, 3 ബൈ 5, 5 ബൈ 8, 8 ബൈ 13 അങ്ങനെ പോകുന്ന സീക്വൻസ് എൻഡ് ചെയ്യുന്ന ഒരു റേഷ്യോനെയാണ് ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്നത്. ഈ നമ്പറിൽ ഏതെങ്കിലും നമ്പർ മാത്രമേ നേച്ചറിൽ പ്രസന്റ് ആവുള്ളൂ. എങ്ങനെ മെഷർ ചെയ്യാന്നറിയോ? That is from the navel to the top.
മെഷർ ചെയ്യുക. ഇന്ന് വിട്ടുപിട്ട് ചെയ്യണേ, ഭംഗിയായിട്ട് നേവ് ടു ദ ടോപ്പ്. എന്നിട്ട് ടോട്ടൽ ഹൈറ്റ് എടുക്കുക, ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഗോൾഡൻ നമ്പർ ആയാൽ ദാറ്റ് ഈസ് ഹൗ ദ ബ്യൂട്ടി ഈസ് ഡിഫൈൻഡ്. നിങ്ങൾ സാധാരണ ഒരു ജനല്, ഓക്കെ, അല്ലെങ്കിൽ ഒരു കണ്ണാടി, ആ കണ്ണാടിയുടെ ലെങ്ത്തും ബ്രെഡ്ത്തും ആരും സ്ക്വയർ കണ്ണാടി ഒന്നും വീട്ടിൽ വെക്കാറില്ല ഉണ്ടോ? ഒരു റേഷ്യോ ഉണ്ട് അതിന്. യു അണ്ടർസ്റ്റുഡ്? നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പിന്റെ റേഷ്യോ എപ്പോഴും ഗോൾഡൻ റേഷ്യോ ആവും. നമ്മുടെ ഓലയില്ലേ, തെങ്ങിന്റെ ഒക്കെ, ആ ഓലയുടെ എണ്ണം നോക്കിയാൽ ഈ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റത്തിൽ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. ഒരു മൂക്ക്, 2 കണ്ണ്, 5 വിരല്, ഈ നമ്പറിലുള്ള ഏതെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളൂ. അങ്ങനെ പ്രകൃതിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു നമ്പറാണ് മേ ബി 1981 ഞാൻ ആദ്യം കൊടുത്ത ലെക്ചർ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റം. 1981 ആദ്യത്തെ ലെക്ചർ ഫിബൊനാച്ചി നമ്പർ സിസ്റ്റം. താങ്ക് യു സോ മച്ച്. ഗുഡ്. നെക്സ്റ്റ് Flower. Flower. ഫ്ലവർ. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജി ആവോ, മാത്സ് തന്നെയാണോന്നില്ല. Flower is the reproductive part of a plant. Without it, there are other alternative methods. Flower is not actually the reproductive part of the plant, but it includes the reproductive part, which is the male reproductive part is stamen, and the female reproductive part is pistil. And there are parts of it, parts of stamen and pistil as well. A flower consists of calyx, corolla, androecium and gynoecium. Androecium is the male reproductive part and gynoecium is the female reproductive part. The reproductive part not only includes the anther, actually the collective form of it is called as androecium, and many pistils joined together make the gynoecium. Next, somebody else. The flowers can come in various colors and sizes, depending upon the nature of the plant. The main reason the flowers appear colorful is to attract pollen carriers so that the ഇയാൾ പറഞ്ഞത് ശരിയാണോ? മെനി കളേഴ്സിൽ ഗ്രീൻ വരും. no, I've never seen a green flower. Okay. Okay, finished? നിങ്ങൾ ഫ്ലവർ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്ലവർ തെറാപ്പി ഈസ് എ തെറാപ്പി. അരവിന്ദോ ആശ്രമത്തിലെ അമ്മയാണ് ഫ്ലവർ. നമ്മുടെ സാധാരണ ഫ്ലവറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, വളരെ നാച്ചുറലായിട്ട് വളരുന്നത് ഹെബിസ്കസ് അല്ലേ? ഒരു ഫ്ലവർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹെബിസ്കസ് ഈസ് എ ഗുഡ് ഷാംപൂ. ഹെബിസ്കസ് ക്യാൻ മേക്ക് ടീ, ചായ ഉണ്ടാക്കാം ഫ്ലവർ വെച്ചിട്ട്. കുറേ മെഡിസിനൽ പവറുള്ള സാധനം. കുറുന്തോട്ടിയുടെ വേര്, കുറുന്തോട്ടി അതുപോലെ ഹെബിസ്കസിന്റെ വേരുകൾ ഉപയോഗിച്ചിട്ട് കുറേ ചികിത്സക്ക് ഉപയോഗിക്കും, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് റൊമാറ്റിക് പ്രോബ്ലംസിനൊക്കെ. ഐ ആം ഫ്രം എൻ ആയുർവേദിക് ഫാമിലി. ഓക്കെ, അപ്പൊ ഇന്നലെ തുളസിയെ കുറിച്ചും എനർജി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുള്ളതാണ് ഫ്ലവേഴ്സ്. ഇഫ് ദർ ഈസ് എ ബാഡ് എനർജി, ദാറ്റ് ഈസ് വൈ പീപ്പിൾ കീപ് ഫ്ലവർ. ഞാൻ ബൈ ചാൻസ് വല്ല ബാഡ് എനർജി ഉള്ള ആളാണെങ്കിൽ ഇയാൾ തന്ന പൂ കൊണ്ട് ഞാൻ നന്നാവട്ടെ വെച്ചിട്ടാ പൂ തരുന്നത്. സൗരഭ്യമുള്ള കുസുമം കരമേ ലഭിച്ചാൽ പൂരിച്ച ഘാണമതേറ്റു മുടിക്കു ചൂടും, പൂരിച്ച മട്ടിൽ അതുപോലെ മുന്നം കടിച്ച മാൻഫല പച്ച പോലെ. വളരെ ഷോർട്ട് ലൈഫ് ഉള്ള ഒരു സാധനമാണ് ഫ്ലവേഴ്സ്. എന്തൊക്കെ ഒബ്സർവേഷൻ വേണമെന്നറിയോ? വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ എപ്പോഴാ വിരിയ? രാത്രി മാത്രം. മാങ്ങയുടെ ഫ്ലവർ, ഫ്ലവറതേ പറഞ്ഞിട്ടുള്ളൂ. മാവിന്റെ ഫ്ലവറില്
ബട്ടർഫ്ലൈ ഇടുന്ന എഗ്ഗാണ് നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്യുമ്പോൾ പുഴുവായിട്ട് നിങ്ങൾ കാണുന്നത്. യു അണ്ടർസ്റ്റുഡ്? ദ ഫ്ലവറിന്റെ സ്മെൽ അറിഞ്ഞാൽ ആ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ ബട്ടർഫ്ലൈന് കഴിവുണ്ട്. Got it? അപ്പൊ ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് എനിബഡി കം ഓൺ ഫാസ്റ്റ്. എന്താ വിളിച്ചേ? ഹോൾഡ് യുവർ ഹാൻഡ് ലൈക്ക് ദിസ്. ഹോൾഡ് യുവർ ഹാൻഡ് ലൈക്ക് ദിസ്. ടേക്ക് ഇറ്റ് ബാക്ക് ആൻഡ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എന്താണ് എന്നെ വിളിച്ചെന്ന്? എന്താ വിളിക്കുക? Slide. 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 Sliding. Skipping, sliding. Partially sliding. In order to slide, we have to overcome the power of friction. See, when you speak, if you don't hold like this, if you hold like this, there is no problem. People don't listen. And you don't want to hold it to the mouth, you can hold it here and speak, still you will get the sound. That's because I am this vibration, right? ഒന്നെങ്കിൽ ഇവിടെ പിടിക്കണം അല്ലെങ്കിൽ ഇവിടെ പിടിക്കണം. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ അത്ര സൗണ്ട് കിട്ടില്ല. കിട്ടണ്ടോ? So you should know how to hold the mic. To enjoy a slide, we have to overcome the power of friction. So sometimes it might hurt. Friction എന്നുള്ള വാക്ക്. Right? Yeah. And in some cases, slides work on the angle of elevation. Depends on the angle of elevation. Yeah, next. Anybody? Momentum, velocity കൂടും, മാസ് കൂടും. അതിലിടുന്ന സാധനം ചെറുതാണെങ്കിൽ പതുക്കെയാണ് പോവുക. ആണോ അല്ലയോ? The velocity depends on the weight of the product. കുറേ ഫിസിക്സ് തിയറി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. Anybody want to? One more? Last chance. Anybody? Yeah. You want? You could also. A hen. A hen. കേട്ടില്ല? A hen. Hen. Spell it. H-E-N. See, first thing, ഈ ഒരു ക്യാരക്ടർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും എനിക്ക് ഹെന്ന് മനസ്സിലാത്തോണ്ടല്ല. 3 പ്രാവശ്യം. What's your name? Ananya. What's your name? Ananya. What's your name? Ananya. Never repeat 3 times. Once, twice. Third time if somebody asks, spell it. ബേസിക് ഇതൊക്കെ LKG UKG പഠിപ്പിക്കേണ്ട സാധനമാണ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശരിക്കും പഠിപ്പിക്കാത്ത എൻ്റെ കുറ്റാണ്. യു അണ്ടർസ്റ്റുഡ്? പ്രൊനൗൺസ് ചെയ്യുന്നത് വേറൊരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ബിക്കോസ് യു ആർ ടു ടോക്ക് ടു ഡിഫറെന്റ് പീപ്പിൾ ഇൻ ദ വേൾഡ്. അത് തന്നെ 3 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കരുത്. വാട്ട് യു ഷുഡ് ഡു? Spell it. Ananya. Ananyascintayanto mam yejana paryupasate teshan nityabhiyuktanam yogakshemam mahambyaham. Bhagavad Gita ഏറ്റവും നല്ല ശ്ലോകം. Yeah. What is that? H-E-N. Hen. Speak about hen. Hen lays egg. He lays egg. Egg is teeth. That was ഒരു കാര്യം ചെയ്യും. അവിടെ പോയിട്ട് ഏതെങ്കിലും അവിടെ ഇരിക്കുന്ന മണ്ടന്മാരില്ലേ, ഇങ്ങോട്ട് വാ. ഞാനിപ്പോ പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? ഇയാള് ഇപ്പൊ ഏതോ ഒരു കാര്യം പറഞ്ഞു, അതെന്താണെന്ന് പറയും. ഏത് പണിക്കാരനും പണിക്ക് വരുമ്പോ ആയുധം കൊണ്ടുവരും. വാട്ട് ഈസ് യുവർ ആയുധം? എന്താ ആയുധം? Go, all of you back. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? എന്താ? ആഹാര, റിപ്പീറ്റ്, ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി, സമാനി, ചൈതാനി, നൃണാം, നൃണ മനുഷ്യൻ, പശൂനാം. പശുവിനും മനുഷ്യനും ഒരേപോലെയാണ്. എന്തൊക്കെ? ആഹാരം, നിദ്ര,
ഭയം, മൈഥുനം സെക്സ്, ഇതൊക്കെ പശുവിനും മൃഗങ്ങൾക്കും ഒരുപോലെയാണ്. പിന്നെന്താ മനുഷ്യന്റെ വ്യത്യാസം? ജ്ഞാനം നരാണാം അധികോ വിശേഷോ. നോളജ് ഈസ് എക്സ്ട്രാ ടു ഹ്യൂമൻ ബീയിങ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പശു ക്ലാസ് എടുത്തിട്ട് കുറെ പശുക്കൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? കുറെ പട്ടികൾ ഇരുന്നിട്ട് ഒരു പട്ടി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നതാണ് എന്ത്? ഒരു മനുഷ്യൻ വന്നിട്ട് കുറെ മനുഷ്യന്മാരോട് സംസാരിക്കുന്നത്, അല്ലേ? അണ്ടർസ്റ്റുഡ്? സോ ഹൗ മച്ച് യു ലേൺ ഫ്രം സംബഡി എൽസ്, ദാറ്റ് മേക്സ് യു മോർ ഹ്യൂമൻ. ഓക്കെ, ലോകത്തെ ആകെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഏറ്റവും നല്ല പ്രഭാഷകൻ ആരാണെന്നറിയോ? ടെൽ മീ, ഹു ഈസ് ദാറ്റ്? സം നെയിം. ഉറക്കെ കൈപ്പൊക്ക്. ഡോണ്ട് വറി. ആ വഴക്ക് പറഞ്ഞ ആള് മാറി. നൗ അഗൈൻ ഐ ബിക്കം ദ അതർ മാൻ. ടെൽ മീ നൗ. അഡോൾഫ് ഹിറ്റ്ലർ. നല്ല പ്രശ്നം ഉറപ്പാണേ. അബ്ദുൽ കലാം. ഏത് അബ്ദുൽ കലാം? കുറെ അബ്ദുൽ കലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരാളെ അറിയാം. He is not a great speaker. Okay? He is a blah blah blah. Okay, not to that level. There is another Kalam. Maulana Azad Kalam എന്ന് പറയുന്ന ഒരാളാണ്. അയാള് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. നിങ്ങൾക്ക് ഒരു കലാമിനെ അറിയില്ല, അതാ കുഴപ്പം. അയാളുടെ പേരിൽ ഒരു NIT ഉണ്ട്, മാനിറ്റ്, മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അയാൾ ഏത് സ്കൂളിലാണ് പഠിച്ചാൽ അറിയോ? ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾ അറിയണ്ടേ? നാഷണൽ. അയാൾ പഠിച്ച സ്കൂൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. വീട്ടിലാണ് പഠിച്ചത്, സ്കൂൾ പഠിച്ചില്ല. ഹോം സ്കൂളിംഗ് ആണ്. ഞാൻ പിന്നെ മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാ ഉണ്ടാക്കിയത്, ആരാ കണ്ടുപിടിച്ചത്, ആരുടെ പേരിലാണ്, എന്തുകൊണ്ടാണ്, അങ്ങനെയാണ് ഹിസ്റ്ററി പഠിക്കുന്നത്. യു അണ്ടർസ്റ്റുഡ്? നോട്ട് ദാറ്റ് ഐ ലേൺഡ് ഫ്രം ദ ക്ലാസ് റൂംസ്. ഹു ഈസ് ദ ഗ്രേറ്റസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യ, where Western people started respecting India? Yeah. I'm talking about Swami Vivekananda. ചിക്കാഗോ സ്പീച്ച് കഴിഞ്ഞിട്ട് എല്ലാ പ്രസിദ്ധ രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് വന്നിട്ട് ലോകമത സമ്മേളനം കുറേ ആൾക്കാർ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നത് 6-മോ 7-മോ സംസാരിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ആരോടും. ഐ ഡോണ്ട് നോ, ഐ ഹാവ് സ്റ്റേജ് ഫിയർ, പുട്ട് മൈ നെയിം ഇൻ ദ ആഫ്റ്റർനൂൺ. എന്നിട്ട് 16-മോ കണ്ടിട്ടപ്പോ പറഞ്ഞു, നോ നോട്ട് നൗ, ലേറ്റർ അഗൈൻ. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് 23-മോ കണ്ടാ സംസാരിച്ചത്. എത്ര മിനിറ്റ് സംസാരിച്ചു അറിയോ? 4 minutes. 3 minutes 40 seconds ഇൻട്രൊഡക്ഷൻ അടക്കം. 4 minutes few seconds. പിറ്റേ ദിവസം പത്രത്തിൽ ഒരാളുടെ പേരേ വന്നിട്ടുള്ളൂ പ്രസംഗിച്ചിട്ട്. അത് സ്വാമി വിവേകാനന്ദൻ, ചിക്കാഗോയിലാണ്. സോ വി വെന്റ് ദേർ. ഷീ ടുക്ക് മീ ടു ദാറ്റ് പ്ലേസ്, ചിക്കാഗോയിൽ. അദ്ദേഹം കയറിപ്പോയ സ്റ്റെപ്പിൽ അദ്ദേഹത്തിന്റെ കൊട്ടേഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അമേരിക്കക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രാസംഗികൻ ആരാന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. അണ്ടർസ്റ്റുഡ്? അദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞ എന്താണ് അറിയോ? എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ്. എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ്. മനുഷ്യനെ ഉണ്ടാക്കലാണ്. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ലേൺ ആൻഡ് ഇഫ് യു ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്, നിങ്ങൾ ഏത് മൃഗം നിങ്ങൾ തീരുമാനിച്ചു. അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് ഏത് മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാവാം, പക്ഷെ മനുഷ്യനാവണമെങ്കിൽ എന്ത് വേണം? ക്വസ്റ്റ് ഫോർ നോളജ്, അറിയാനുള്ള ആഗ്രഹം. ക്വസ്റ്റ് ഫോർ നോളജ് ഈസ്, ക്വസ്റ്റ് എന്നുള്ള വാക്കാണ് QUEST. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ എന്നുള്ള വാക്ക് വന്നത്. നിങ്ങളുടെയൊക്കെ കുഴപ്പം എന്താ അറിയോ? ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ഉത്തരം തിരിച്ചാണ് വേണ്ടത് ക്ലാസ് മുറികൾ. അപ്പൊ നിങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ഗസ് ചെയ്തു, അതിനൊക്കെ കണക്ട് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുമല്ലോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതും കേട്ടതും പറഞ്ഞതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വ്യത്യസ്ത വിഷയങ്ങളിൽ ഇങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് ഷോസ് യുവർ നോളജ്.
Got it? ഞാനൊക്കെ ക്യാമ്പ് നടത്താറുണ്ട്, എൻ്റെ പഴയ തറവാടുണ്ട്. All of you should write my name. DR without a dot, without a gap, TPS, continuous. DRTPS. 10 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. കുറേ കുട്ടികൾ വരും, മിക്കവാറും ഗൾഫിൽ നിന്നുള്ള കുട്ടികളാണ് വരിക. ഒരു 10-20 പ്രാവശ്യം അറ്റൻഡ് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അമേരിക്കൻ ഇതായിട്ട് വീട്ടിൽ പോലും പോകാറില്ല, എൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് നേരം. അവിടെ എന്താ നടക്കുക, എന്താ പഠിപ്പിക്കുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇദ്ദേഹം ചോദിച്ചാൽ ഒരു ഷെഡ്യൂൾ വേണമെന്ന്. ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ ഏകദേശം നിങ്ങളുടെ ആഗ്രഹം ഇന്നതാണ്, ഇന്നതൊക്കെയാണ് വേണ്ടതെന്ന് അറിയുമ്പോൾ ഐ ജസ്റ്റ് മോഡറേറ്റ് മൈസെൽഫ് ടു ദാറ്റ്. ക്യാമ്പിന് വരുമ്പോൾ ചോദിക്കും എപ്പോഴാണ് എഴുന്നേക്കണ്ട്, തോന്നുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഇങ്ങനെയൊക്കെ ക്യാമ്പുണ്ട്, ഓ അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് ഇരിക്കണം. അത് കഴിഞ്ഞ് എല്ലാവരും എഴുതണം. പിറ്റേ ദിവസം രാവിലെ ആരാണോ ആദ്യം വരുന്നത്, വലിയ സീറ്റൊന്നുമില്ല, ഒരു 10-20 പേർക്ക് ഇരിക്കാനുള്ള, 10-40 പേർക്ക് കടന്നുറങ്ങാനുള്ള ചെറിയ വീടാണ്. അപ്പോൾ ആദ്യം വരുന്ന ആൾ ഇവിടെ ഇരിക്കും, അടുത്ത ആൾ ഇവിടെ, അടുത്ത ആൾ ഇവിടെ, അടുത്ത ആൾ ഇവിടെ. തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കും, അത് പറയണം. ഒരു ദിവസം ഞാൻ പഠിപ്പിച്ചത് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം പഠിപ്പിച്ച കാര്യം ഐ ലാസ്റ്റ് ദം ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. മാളയിൽ ഒരു ഗ്രൂപ്പ് വന്നിരുന്നു, ഇതേപോലെ കുറച്ച് മണ്ടന്മാരുണ്ട്. ഐ സെഡ് ഗെറ്റ് ഔട്ട്, ഗോ ബാക്ക് ഹോം. 6 പേര് ആദ്യത്തെ ദിവസം പുറത്താക്കി. താല്പര്യമുള്ളവർ മാത്രം പഠിപ്പിക്കാനുള്ളതാണ്. Got it? So how do I measure your interest? Tomorrow morning I will ask you. ഇന്നും ഒരു അസൈൻമെന്റ് വരും. Look at SJM, ശിക്ഷ ജ്ഞാനം മെന്ററിംഗ്. SJM. ഓക്കെ, എൻ്റെ ട്രസ്റ്റിന്റെ പേരാണ് ശിക്ഷ. എന്താണ്? SHIKSH. ഓക്കെ, ആ SHIKSH ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ശിക്ഷ എന്നുള്ളതിനെ റിവേഴ്സ് ചെയ്തിട്ട് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ ശശികുമാർ എന്നുള്ള എൻ്റെ ഷോർട്ട് ഫോമാണ്. ജ്ഞാനം എന്നാണ് എൻ്റെ വീട്ടിൻ്റെ പേര്. ജാനകിയാണ് അമ്മ, അച്ഛൻ നാരായണൻ, ജാനകി നാരായണൻ മെന്ററിംഗ് ആണ്. സോ ഐ മേക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ലൈക്ക് ദിസ്. ഇപ്പൊ എൻ്റെ കുട്ടികളൊക്കെ ക്രിയേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ക്രിയേറ്റീവ് ആയാൽ, ഇപ്പൊ ഈ ഉത്തരം പറഞ്ഞതൊന്നും സയൻസ് അറിഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സയൻസ് അറിയാം. പക്ഷെ എന്തില്ല, തിങ്ക് ഡിഫറെന്റ്ലി. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് അതിന്റെ 50th ആണോ 25th ആണോ 50 years ആനിവേഴ്സറിയുടെ സെലിബ്രേഷന്റെ ചെയർമാനായിട്ട് ഞാനായിരുന്നു. ഇവര് ബന്ധമൊന്നുമില്ല കോളേജൊന്നുമല്ല, പക്ഷെ ഞാൻ ഇരിങ്ങാലക്കുടയാണ് എൻ്റെ വൈഫിന്റെ വീട്. അവർ പഠിച്ച കോളേജ് ആയതുകൊണ്ട് ദേ കോൾഡ് മീ ദർ. കുറേ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, അവിടുത്തെ കുറേ ടീച്ചേഴ്സ് എൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവര് പറഞ്ഞു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കേരളത്തിലുള്ള കുറേ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ടെന്ന് അവരുടെ പ്രോജക്റ്റ് അവിടെ സമയം. നിങ്ങളൊക്കെ എന്ത് പഠിച്ചാലും അവസാനം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഡിസൈൻ തിങ്കിങ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. എന്താണ് വേണ്ടത്? ഡിസൈൻ തിങ്കിങ്. ഹൗ ഗുഡ് യു ആർ ഡിസൈനിങ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അതൊക്കെ കൂടി ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ, ഒരു A4 സൈസ് പേപ്പറിൽ മേക്ക് ഇറ്റ് ഇൻ ടു എ ക്രിയേറ്റീവ് ആർട്ട് അല്ലെങ്കിൽ ഡയഗ്രാം. കീപ് ദാറ്റ് ആൻഡ് ദെൻ ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് റെക്കോർഡ് എ സ്മോൾ വീഡിയോ ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. ഇങ്ങനെ കുറേ അസൈൻമെന്റ്സ് ആണ് നമ്മൾ ചെയ്യിപ്പിക്കുക. ദാറ്റ് മീൻസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അത്യാവശ്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ. ഗ്രാമറൊക്കെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. 1/2 ദിവസം കൊണ്ട് ഗ്രാമറൊക്കെ തെറ്റാണ്ട് പഠിപ്പിച്ചതേ ഇംഗ്ലീഷാണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് നന്നായിട്ട് എഴുതാൻ അറിയണം. എക്സാമിനേഷന് മാർക്ക് കിട്ടാനൊക്കെ എളുപ്പമാണ്. ഞാനിപ്പോൾ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഞാൻ ഗോവയിലാണ് ക്ലാസ് എടുത്തത്, ഓൾമോസ്റ്റ് 1.5 years ബാക്ക്. ഇപ്പോൾ സ്കൂൾ ക്ലാസ്സുകളൊക്കെ നിർത്തി, മിക്കവാറും യൂണിവേഴ്സിറ്റി ഒക്കെ ആയതുകൊണ്ട്. അവിടെ 60 കുട്ടികളിൽ 3 കുട്ടികൾ മാത്രം A+ കിട്ടുമെന്ന് പറഞ്ഞത് ഞാൻ ഒരാഴ്ച ക്ലാസ് എടുത്തപ്പോഴത്തേക്കും 66 കുട്ടികൾ, ടു ബി പ്രിസൈസ്, 56 പേർക്ക് എല്ലാ വിഷയത്തിലും A+ മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് സോ സിമ്പിൾ. പഠിക്കാനുള്ള മെത്തഡോളജി ഇഫ് യു നോ, യു ഹാവ് ഇൻട്രസ്റ്റ്, യു നോ ഹൗ ടു റൈറ്റ് ഇറ്റ് വെൽ. എക്സാം എങ്ങനെ എഴുതണം. 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഞാൻ 21 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയൊരു ബ്ലോഗാണ്. ലക്ഷക്കണക്കിന് സ്കൂളിൽ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. എങ്ങനെ പഠിക്കണം? എൻജോയ് എക്സാംസ്. എന്താണ്? How many of you enjoy exams?
ഇന്ന് എക്സാം വരുന്ന ദിവസം ഉണ്ടോ ഇല്ലയോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എക്സാം ഹോളാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുത്തും അടുത്തടുത്ത്. ഇവിടെ നോക്കുമ്പോൾ കുറച്ചും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുത്തുക, ആണോ അല്ലയോ? ഒരു ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് ഇരുത്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറയോ? പറ്റുമോ? സാധാരണ ഒരാൾക്ക് കാറ് മതി, ചെറിയ കാറായാലും മതി. പക്ഷെ VVIP will not come in small car, right? Because they want more space. The more spacious car you give, that shows you respect him more. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്പേസിൽ ഇരിക്കാൻ സ്ഥലം തരുന്ന സ്ഥലം ഏതാ പറ? സോ ഹൂ ആർ യു ഇൻ എൻ എക്സാം ഹാൾ? VVIP. അപ്പൊ എങ്ങനെ ഇരിക്കണം? മനസ്സിലാവുണ്ടോ? സോ യു ആർ എ VVIP ഇൻ യുവർ ഓൺ സ്കൂൾ ഓൺലി വൺ ഡേ. എപ്പോഴത്? എക്സാം. അപ്പൊ എക്സാം വരുമ്പോ ഇന്ന് ഞാൻ VVIP ആണോ അല്ലയോ? നിങ്ങളുടെ ഏതെങ്കിലും ടീച്ചറെ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഒരു സ്ഥലത്തേ പറ്റുള്ളൂ, എക്സാം ഹാളിൽ. എവിടെ ടീച്ചർമാർ പോണ്ടെങ്കിലും ടീച്ചർ അടുത്ത് വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഈ ഹോട്ടലിലൊക്കെ ഷെഫ് ചോദിക്കാറില്ലേ, അതുപോലെ ടീച്ചർ അടുത്ത് എത്തിയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് പേപ്പർ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം പറയാൻ പറ്റുമോ? എക്സാം ഹോൾ അല്ലാണ്ട്. Give me paper, അവർ തരും. അടുത്ത പേപ്പർ, give me one more, they will give you. Yes, ടീച്ചർമാര് നമുക്ക് നോട്ട് തന്ന് വായിക്കാൻ പറയും, തിരിച്ച് അവർക്ക് പണി കൊടുക്കാൻ പറ്റിയ ഏക സമയം ഏതാണ്? നിങ്ങൾ എഴുതിയതൊക്കെ ആര് വായിക്കണം അല്ലേ? അപ്പൊ എഴുതുമ്പോ എങ്ങനെ വായിക്കും? വായിക്കടി, കുറെ ആയി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണം. ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനാണ്. എൻ്റെ LLB എക്സാമിനൊക്കെ 300 പേജ് എഴുതും. ആൻസർ 5 എന്ന് പറഞ്ഞാൽ എന്തിനാ 5? 10 ഇരിക്കട്ടെ, നീ തീരുമാനിക്കുക ഏതാന്നാണ്. എല്ലാ എക്സാമിനേഷനും കുറേ ആൻസേഴ്സ് എഴുതാം. 10 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എഴുതാൻ പറഞ്ഞാൽ നമ്മൾ 10 എഴുതിയാലും ടീച്ചർമാർ 10 വായിച്ചു നോക്കണം. അതാണ് നിയമം, അറിയോ? എന്നിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് നിങ്ങളൊക്കെ ചെയ്യണ്ട. 5 എഴുതാൻ പറഞ്ഞാൽ 5 മാത്രം എഴുതും. എനിക്ക് 10 അറിയാം, പിന്നെ ഞങ്ങൾക്ക് 5 എഴുതണേ. സ്പീഡിൽ എഴുതാന്നുള്ളതാണ്. ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഈസ് വൺ ഹു ക്യാൻ റീഡ് സ്പീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്. നന്നായിട്ട് സ്പീഡിൽ വായിച്ച് പഠിക്കണം. അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അത് ഫിസിക്സ് ആയാലും മാത്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാ വിഷയത്തിലും ഒരേപോലെയാണ്. മാത്സിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇഫ് യു തിങ്ക് ഇറ്റ്സ് റോങ്, നെവർ കട്ട് ദാറ്റ്. അടുത്തത് എഴുതും കൂടി എഴുതാം. എന്നിട്ട് അടുത്തത് കറക്റ്റ് ആകുമ്പോഴേ ഇത് കട്ട് ചെയ്യാവും. പറക്കും എക്സാമിനേഷന് ടൈം പോകുന്ന എന്താ അറിയോ? തെറ്റാൻ തോന്നി ഉടനെ കട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത എഴുതുന്നതും തെറ്റും. ഇപ്പൊ സമയം പോയി, അയ്യോ ഇതല്ല അതായിരുന്നു ശരി, കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ കട്ടപ്പോഴേ ചെയ്യാവൂ. ലാസ്റ്റ് എത്ര പ്രാവശ്യം എഴുതണം? എത്ര പ്രാവശ്യം എഴുതാൻ പറ്റും അത്ര പ്രാവശ്യം. ചിന്ത വരുന്നത് അതുപോലെ എഴുതാം. പിന്നെ മിക്കവാറും എക്സാമിനേഷനിൽ നിങ്ങളുടെ പാറ്റേൺ ആൻസർ എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിക്കില്ല, ലോങ് പേജ് തുടങ്ങിയ അവസാനം വരെ എഴുതും. ഏത് ടെക്സ്റ്റ് ബുക്കും 4 സെന്റൻസ് 5 സെന്റൻസ് കഴിഞ്ഞാൽ പാരഗ്രാഫ് ഉണ്ടാവും. യു ഗിവ് ലോട്ട് ഓഫ് പാരഗ്രാഫ്സ്. പാരഗ്രാഫ് തരംതിരിച്ച് എഴുതി കഴിഞ്ഞാൽ പേപ്പർ ഇഷ്ടംപോലെ ഉപയോഗിക്കാമല്ലോ. നിങ്ങൾ എന്തിനാ കൺഫ്യൂസ് ആവണേ? സംബഡീസ് പേപ്പർ റൈറ്റ് ലാവിഷ്ലി. കുറേ ട്രിക്സ് ഉണ്ട് ഇങ്ങനെ. ടു ഗെറ്റ് ഗുഡ് മാർക്സ് ദർ ആർ ലോട്ട് ഓഫ് ട്രിക്സ്. ടു ടേക്ക് പോയിന്റ്സ്, ഇഫ് യു റൈറ്റ് ദ പോയിന്റ്സ് ആൻഡ് നോ ദ മീനിങ് ഓഫ് ഓൾ ദ പോയിന്റ്സ്, ഡൺ വെൽ. ഗ്രാമർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ? ഞങ്ങളുടെയൊക്കെ കാലത്ത് ഗ്രാമർ പഠിക്കണം. മലയാളം ഗ്രാമർ അടക്കം പഠിക്കണം. ഫൈൻ. ഞാൻ ആദ്യം പഠിപ്പിച്ചത് BCom സ്റ്റുഡൻസിനെ റൺ ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഗ്രാമർ ബുക്കാണ്. അത് ഗ്രാമർ ബുക്ക് തന്നെയാണ്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ക്ലാസ്. അത് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഐ കം ഫ്രം എ മലയാളം മീഡിയം. ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താ? ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ദാറ്റ്സ് ഹൗ ഐ സ്റ്റാർട്ടഡ്. I take, repeat, I take, I am taking, I have taken, I have been taking, I took, I was taking, I had taken, I had been taking, I shall take, I shall be taking, I shall have taken, I shall have been taking. 12 ടെൻസും പഠിച്ചു. ഇത്ര എളുപ്പമാണ്. ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോൾ നോക്കുക ഇതിൽ ഏത് ടെൻസാണ് എവിടെയാണ് ഉപയോഗിക്കുന്നത്. വെരി വെരി കെയർഫുൾ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഏതുപോലെ? ആദ്യം പറഞ്ഞ സൈക്കിൾ ഔട്ടത്തതുപോലെ. അറിയാണെങ്കിൽ വളരെ എളുപ്പമാണ്, അറിയില്ലെങ്കിൽ ഒരു സർക്കസാണ്.
You understood? Maths is so simple, chemistry is so simple, physics much more simpler. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എൻ്റെ അടുത്ത് കുറേ പറയും, എൻ്റെ കുറേ വീഡിയോസ് കാണാം നിങ്ങൾക്ക്. ആ വീഡിയോസിലൊക്കെ ചോദിക്കുന്നത് പിന്നെ എനിക്ക് ഈ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഓപ്പൺ ദ ടെക്സ്റ്റ് ബുക്ക്, റീഡ്, ഐ വിൽ ടീച്ച് യു നോ. അങ്ങനെ ഓൺലൈനായിട്ട് 10 മിനിറ്റ് 20 മിനിറ്റ് ഒരു ചാപ്റ്റർ തീർക്കും. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറയും, അത്രേ ഉള്ളൂ. പക്ഷെ ഏറ്റവും നന്നായിട്ട് പഠിക്കാനുള്ള മാർഗം, യു ഷുഡ് ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്. ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ സംഭവവും നിങ്ങൾ അന്യോന്യം ഡിസ്കസ് ചെയ്താൽ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ലൈവായിട്ട് ഇപ്പോൾ സബ്ജക്റ്റിൽ ജീവിക്കുന്നതാണ്. അപ്പം ഞാൻ ഏറ്റവും നല്ല കുട്ടികളുടെ സ്വഭാവം ആസ്കിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും, അതാണ് നിങ്ങളുടെ വിവരം. ഞാൻ 11:30 നിർത്തുമെന്ന് പറഞ്ഞു. 11:30 ഫൈൻ. സോ യു ഹാവ് ഫ്യൂ മിനിറ്റ്സ് ബ്രേക്ക്. ആ സമയത്ത് ചെയ്യേണ്ടത്, തിരിച്ചു വരുമ്പോൾ ഐ വിൽ ആസ്ക് യു ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. കുറേ ക്വസ്റ്റ്യൻസ് വ്യത്യസ്തമായ വിഷയങ്ങളിൽ, വ്യത്യസ്തമായ പഠിക്കാനുള്ള മെത്തേഡ്സ്, വൈ സയൻസ് ഈസ് റിക്വയർഡ്, ഞങ്ങൾ ഈ സബ്ജക്റ്റിൽ ഈ ചാപ്റ്റർ എന്തിനാ പഠിക്കണേ, ഈ കൺസെപ്റ്റ് എന്തിനാ പഠിക്കണം, പലരും ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഉമ്മൊക്കെ ചോദിക്കാറുണ്ട്, ഈ A - B × A + B = A²-B². എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എൻ്റെ പിള്ളേർ? എനിക്കറിയില്ല, ഞങ്ങളോ പഠിച്ചില്ല, എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഇതുവരെ. പക്ഷേ ഇപ്പോഴും ഒരാൾക്കും അറിയില്ല. അറിയോ നിങ്ങൾക്ക് എന്താണ് കാരണം? അറിയില്ല. 32 × 28 വേഗം ചെയ്യും. 32 - 28. 32 32 ഗുണിക്കണം 28. 32 × 28 എത്രയാ? Tell me fast. How did you get? You multiplied. ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്തിയാ? എന്തിനാണ് A - B × A + B പഠിക്കുന്നതാണ്? ഞാൻ ചോദിച്ച ചോദ്യം ഏതാ? 28 × 32. That is 30 - 2 × 30 + 2. 30 square - 2 square. 30 square is 900 - 2 is 4. So 896. മനസ്സിലാവുണ്ടോ? അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിളാണ് ഞാൻ തന്നത്. ചോദിച്ച ചോദ്യം 30 - 2 × 30 + 2 ആയിരുന്നു. ദാറ്റ് മീൻസ് 30 square - 2 square. നിങ്ങൾ പഠിക്കുന്ന ഓരോ ഫോർമുലയും വെറുതെ എഴുതാൻ വേണ്ടിയിട്ടല്ല, ടു യൂസ് എവറി ഡേ ലൈഫ്. അതുകൊണ്ടാണ് എവറി ഡേ ലൈഫ് എന്ന് പറഞ്ഞത് ഞാൻ ക്യാച്ച് ചെയ്തത്. ഐ ഡിഡ്ന്റ് നോ. ഞാനിപ്പോൾ ഈ ഇരിക്കുന്നത് വരെ ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എനിക്ക് അറിയുന്നില്ല. ആരെങ്കിലും ഒരാൾ പറയുന്ന ഒരു തുണ്ട് കിട്ടിയാൽ അവിടെ നിന്നായി ഡെവലപ്പ്. സോ എവറി ഡേ ലൈഫ് ഈസ്, അത് എങ്ങനെ ആചരിക്കുന്നു എന്നാ പറയാ. എന്താ പറയാ? പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ സംസ്കൃതം കൊണ്ടാണ് ആചരിക്കുന്നത്. സോ ഐ ആം എ മാത്തമാറ്റിക്സ് ആചാര്യൻ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പഠിച്ചിട്ട് എക്സ്പെർട്ട് എഴുതുന്ന ആൾ ആചാര്യന്മാരാവില്ല. പ്രാക്ടീഷണേഴ്സ്, അവരാണ് സ്കിൽഫുൾ എന്ന് പറയാം. സയൻസിൽ ബിടെക് ആയാലും MBBS ആയാലും അത് കഴിഞ്ഞ് നിങ്ങളൊരു MBA എടുത്താലും ഈ കോഴ്സിനൊക്കെയുള്ള പേര് പ്രൊഫഷണൽ കോഴ്സ് എന്നാണ്. ആണോ അല്ലയോ? ബട്ട് സൈക്കോളജി ഇസ് നോട്ട്. അൺലെസ് യു സ്റ്റഡി MBBS. ഐ ആം എ സൈക്കോതെറാപ്പിസ്റ്റ്, സോ ഐ ആം എ പ്രൊഫഷണൽ ഇൻ സൈക്കോളജി. പ്രൊഫഷണൽ ആവണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തതേ. ഓ, ഇയാളെ കണ്ടിട്ട് എനിക്ക് ഇതുപോലെ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. നല്ല ബുദ്ധി ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? വേണം. നിങ്ങളുടെ പ്രായത്തിൽ ഇപ്പൊ 10ാം ക്ലാസ് അല്ലേ? എന്റെ TEDx ഡോക്ടർ TPS അടിച്ചു നോക്കണം. TEDx എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും നല്ല സ്പീക്കേഴ്സിനെ വിളിച്ച് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പോലെ നടത്തുന്നതിന് TEDx ലെക്ചർ. അതിൽ എന്റെ ജീവചരിത്രം പറയുന്നുണ്ട്. ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആയിട്ട് 8ാം ക്ലാസ്സിൽ പുറത്താക്കിയ ആളാണ്. ഓക്കെ, 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും തോറ്റിരുന്നു. മിക്കവാറും കഷ്ടിപ്പാസ്സായിട്ടുണ്ടാവും 50%. +1 +2-ന് +1 എന്ന് പറയുന്ന പ്രീ ഡിഗ്രിക്ക് ഐ ഫെയിൽഡ് ഇൻ ഓൾ എക്സാംസ്. പ്രീ ഡിഗ്രിക്ക് എനിക്ക് കിട്ടിയത് അഗെയിൻ 52-54% ആണ്. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഇയർ 11th ക്ലാസ്സിൽ എനിക്ക് 4 മാർക്കാണ് ഫിസിക്സ്, 3-4 മാർക്കാണ് 60-ലോ 100-ലോ ഒക്കെ പിന്നെ കിട്ടിയത്. ഇംഗ്ലീഷൊക്കെ പാപ്പരാണ്. ദെൻ ഐ ഡിസൈഡഡ് ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. ഒരു ടീച്ചേഴ്സും അല്ല എന്നെ പഠിപ്പിച്ചത്, എൻ്റെ മെത്തഡോളജിയിൽ ഞാൻ പഠിച്ചത്. വേണമെന്ന് വിചാരിച്ചാൽ. എന്നിട്ട് എൻ്റെ ബ്രദർ ഒരു പ്രൊഫസറായിരുന്നു. സോ ഹി സെഡ് യു കനോട്ട് സ്റ്റഡി മാത്സ്. ഐ വിൽ ഷോ യു ദാറ്റ് ഐ വിൽ സ്റ്റഡി മാത്സ്. അയാളെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്സ് പഠിച്ചത്.
ഓക്കെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചാലഞ്ച് യുവർ സെൽഫ്, ചാലഞ്ച് എവരിബഡി. യു തിങ്ക് ടുഡേ യു ക്യാൻ. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നൊന്നും ബാധകല്ല. എന്ത് ചെയ്യണം? ക്രിയേറ്റ് യുവർ ഓൺ ഫോർഗ്രൗണ്ട്സ്. ഡിസൈഡ് ദാറ്റ് ഐ ആം ഗോയിങ് ടു സ്റ്റഡി. എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കാം. എവിടെയെങ്കിലൊക്കെ ഗുണമുണ്ടാവും. ഗോട്ട് ഇറ്റ്? അപ്പൊ നല്ല പോലെ പഠിക്കാനുള്ള മാർഗം ഓരോ ചെറു ചെറു വസ്തുവിലും ഉറക്കെ ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? അതാണ് സയൻസ്. ഗോട്ട് ഇറ്റ്? എന്തിന്ന ധീരത, ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. നിങ്ങളുടെ ആയുധം എന്താണ്? ആ ആയുധം കയ്യിലെടുത്തോളൂ. ഏത് ആയുധം കയ്യിലെടുക്കുമ്പോഴാണ് പവർഫുൾ ആവുക? പേനയും പേപ്പറും. സോ റൈറ്റ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ കം ബാക്ക്. 2 ദിവസം ചെലവഴിക്കണ്ടേ? അല്ല മതിയായോ? സലാം നമസ്തേ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇന്ന് പോവോ? ഇരിക്കണോ? ദെൻ യു ഷുഡ് ഹാവ് ക്വസ്റ്റ്യൻസ്.